السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ഏറ്റവും ബഹുമാനവും ആദരവുമുള്ള സാദാത്യങ്ങൾ പണ്ഡിതന്മാർ, സഹോദര സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ദോഷങ്ങളെയും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും വിഷമങ്ങളെയും ബുദ്ധിമുട്ടുകളെയും നീക്കി അല്ലാഹു സന്തോഷവും റാഹത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. കൂടുതൽ പ്രസംഗിക്കേണ്ട സമയമല്ല. പ്രസംഗിക്കാൻ ഉസ്താദ് അവറുകളുണ്ട്, ദുആവും അതുപോലെ ദിക്റുമൊക്കെ നടക്കാനുണ്ട്. മഹാനായ ഖുറത്തു സാദാത്ത് തങ്ങൾ അവറുകളുടെ അനുസ്മരണം, അവിടുത്തെ ജീവചരിത്രത്തിൽ നിന്ന് ഒരല്പം സ്വാഗത പ്രസംഗത്തിൽ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരുപാട് ബഹുമാനവും ആദരവും നൽകപ്പെട്ട വലിയ ഒരു നേതാവായിരുന്നു ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ. ആ മഹാന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ഇരുവീട്ടിലും നമ്മെല്ലാവരെയും വിജയികളെ കൂട്ടത്തിൽ അല്ലാഹു പെടുത്തുമാറാകട്ടെ. അവിടുത്തെ മദ്ഹുകളും ബഹുമാനങ്ങളും എല്ലാവർക്കും അറിയാവുന്നതാണ്. ബഹുമാനപ്പെട്ടവരറിയാതെ ആരുമില്ല. എല്ലാവരും സ്വന്തം വീട്ടുകാരനെ പോലെ, ഒരു സുഹൃത്തിനെ പോലെ, ഒരു നേതാവിനെ പോലെ എല്ലാത്തിനും മഹാനവറുകൾ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. എന്താവശ്യം വന്നാലും ഏത് സമയത്തും ഫോണ് വിളിച്ച് പറയാൻ പറ്റുന്ന ഒരു നേതാവാണ്. ഇങ്ങോട്ട് വരേണ്ടതില്ല, ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതി എന്നാണ് ബഹുമാനപ്പെട്ടവരുടെ ആവശ്യത്തിന് വേണ്ടി വിളിച്ചാൽ പറയുന്നത്. മരുന്നുകളും ചികിത്സകളുമൊക്കെ ആത്മീയമായ നിരക്കുള്ള ചികിത്സ ഫോണിൽ കൂടി തന്നെയാണ് അറിയിച്ചു തരുന്നത്. വളരെ സൽസ്വഭാവിയായ, എല്ലാവർക്കും ഒരു സദസ്സിൽ വന്നാൽ കാണാം, വായിന്റെ മുമ്പിലേക്ക് 4, 5, 10 കുപ്പികൾ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചാലും അദ്ദേഹത്തിന് ദേഷ്യം വരുന്നില്ല. എല്ലാത്തിനും ഊതിക്കൊടുക്കുന്ന വലിയ ഒരു മഹാനാണ്. എല്ലാവർക്കും അറിയാം. മഹാനവറുകളുടെ ദറജ അല്ലാഹു തആല ഉയർത്തുമാറാകട്ടെ. അതുപോലെ ബഹുമാനപ്പെട്ട നമ്മുടെ തങ്ങൾ ഉസ്താദിന്റെ ഉമ്മയുടെ ആണ്ടും കൂടിയാണെന്ന്. അല്ലാഹു ആ മഹദിയുടെ ദറജ അല്ലാഹു തആല ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട താജുൽ ഉലമക്ക് ശേഷം ഖുറത്തു സാദാത്താണ് നമുക്ക് ഖാദിയായി നമ്മുടെ ഈ പരിസരങ്ങളിലൊക്കെ എല്ലാ പള്ളിയിലും, അധിക പള്ളിയിലും ഖാദിയായി നമ്മെ നിയന്ത്രിച്ചത് ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്ത് തങ്ങളാണ്. മഹാനവറുകളുടെ വഫാത്തിന് ശേഷം താജുൽ ഉലമക്കും കൂറത്ത തങ്ങൾക്കും തലയ്ക്കെട്ടി വെച്ച് ഖാദിയായി നമുക്ക് നിയമിച്ചു തന്ന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ആണ് ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഖാദിയായി വരുന്നത്. ഇതേ മാസം 18-ാം തീയതി ഞായറാഴ്ച 9:30 മണിക്ക് ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്ത് തങ്ങളുടെ അനുസ്മരണവും ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയെ ഖാദി ബൈഅത്തും മുടിപ്പുൽ വെച്ച് 50-55ഓളം പള്ളികളുടെ ബൈഅത്ത് അവിടെ നടക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ആ പരിപാടിക്ക് വരണം. അവിടുത്തെ ആ സദസ്സിന്റെ ബറക്കത്ത് എല്ലാവരും കരസ്ഥമാക്കണം. മുടിപ്പ് സംയുക്ത ജമാഅത്തിന് വേണ്ടി ഇവിടെ ഒരുമിച്ച് കൂടിയവരെയും ഓൺലൈനിൽ കൂടി കാണുന്ന മുഴുവൻ ആൾക്കാരെയും ആ പരിപാടിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഗസ്റ്റ് 18-ാം തീയതിയാണ് 9:30 മണി
അല്ലാഹു സുബ്ഹാനഹു വ തആല മുടിപ്പ് ബീസ് റോഡിലേക്ക് തിരിയുന്ന ആ റോഡിന്റെ ഇടഭാഗത്തുള്ള ജംഗ്ഷനിലാണ്, ഗ്രൗണ്ടിലാണ്. മുടിപ്പിൽ നിന്ന് ബീസ് റോഡിലേക്ക് തിരിയുന്നവിടെ ഇടഭാഗത്തുള്ള ഗ്രൗണ്ടിലാണ് പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത്. വലിയ പന്തലും സ്റ്റേജുമൊക്കെ അവിടെ ഉണ്ടാക്കി. അവിടെയാണ് ഈ ബൈഅത്തും അനുസ്മരണവും. വലിയൊരു ഗ്രാൻഡ് മുഫ്തിക്ക് ഗ്രാൻഡ് ബൈഅത്താണ് അവിടെ നടക്കാൻ പോകുന്നത്. എല്ലാവരും അതിലേക്ക് വരണം, ക്ഷണിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സാദാത്യങ്ങൾക്കും ഉസ്താദുമാർക്കും മഹാന്മാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമുക്കും നമ്മുടെ കുടുംബത്തിനും അല്ലാഹു ആഫിയത്തും ആരോഗ്യവും ദീർഘായുസും അല്ലാഹു നൽകുമാറാകട്ടെ. ഇതുപോലെയുള്ള സദസ്സിൽ ഒരുമിച്ച് കൂടി ബറക്കത്ത് കരസ്ഥമാക്കുന്നവരിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ നാമം കൊണ്ട് ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.